Hi friends, welcome to Garam Masala, the magic spices of cooking. മലബാർ എഗ് റോസ്റ്റ്. ഇന്ന് നമുക്ക് മലബാർ സ്റ്റൈലിൽ ഒരു എഗ് റോസ്റ്റ് ഉണ്ടാക്കാം. ഇതിനു വേണ്ട ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം. മുട്ട 4-5 എണ്ണം, സവാള 3 കപ്പ് സ്ലൈസ് ചെയ്തെടുത്തത്, ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 3-4 എണ്ണം, തക്കാളി 2 എണ്ണം, തേങ്ങാപ്പാൽ 1 കപ്പ്, കറിവേപ്പില, വെളിച്ചെണ്ണ 6 ടേബിൾ സ്പൂൺ, ഉപ്പ്, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. ആദ്യം നമുക്ക് മുട്ട വേവിച്ചെടുക്കണം. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലോട്ട് 10 മിനിറ്റ് മുട്ട ചേർത്ത് വേവിച്ചെടുത്താൽ മതി. അതിനുശേഷം 5 മുതൽ 10 മിനിറ്റ് വരെ ഈ മുട്ടയെ തണുപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിനെ പീൽ ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കണം. ഇതിലോട്ട് നമ്മൾ പീൽ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ മുട്ട നല്ല റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇതേ പാനിലോട്ട് തന്നെ ബാക്കിയുള്ള വെളിച്ചെണ്ണ കൂടെ ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അടുത്തതായി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, ആവശ്യത്തിന് ഉപ്പ് ഇവ കൂടെ ചേർത്ത് ഒന്നുകൂടെ വഴറ്റണം. ഈ സവാള ട്രാൻസ്പാരന്റ് ആയി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാള ട്രാൻസ്പാരന്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 3-4 മിനിറ്റ് ഇതിനെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് പൗഡറുകൾ ചേർക്കണം. അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇവ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൗഡറുകളുടെ റോ സ്മെൽ പോകുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഉപ്പ് ചേർക്കാൻ. ഇനി ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കറി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിക്കണം. 1 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഇവിടെ ഒഴിച്ചിട്ടുള്ളത്. നമുക്കിത് നന്നായി ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം. തേങ്ങാപ്പാൽ ചെറുതായി ഒന്ന് തിളച്ചു വരുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർക്കാം. മുട്ടയും മസാലയും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി മലബാർ സ്റ്റൈൽ എഗ് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്.
നമുക്കിത് ചൂടോടെ അപ്പം, ചപ്പാത്തി, ഇടിയപ്പം, പൊറോട്ട ഇവയുടെ കൂടെയെല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.